മച്ചാന്മാരെ, ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെ വെച്ച് ബോറടിക്കുന്നോ ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് പോകാം. ഇല്ല, ബോറടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇത് നമ്മൾ സൈറ്റിൽ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന ചെറിയ ചെറിയ കുഴികളുണ്ടല്ലോ, ഇത് നമ്മൾ കെമിക്കൽ നിറച്ചതാണ് ഈ കുഴി. അതായത് ഒരടി ഗ്യാപ്പ് ഇട്ട് കമ്പനിയിൽ നിന്ന് ആൾ വന്ന് കെമിക്കൽ ഒഴിച്ച്. കെമിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെതലെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് കെമിക്കൽ ഒഴിക്കുന്നത്. അപ്പോൾ എനിക്കതിനോട് വലിയ യോജിപ്പില്ല. കാരണം ഇത് നല്ലൊരു എമൗണ്ട് ആവും ഈ കെമിക്കൽ ഇങ്ങനെ ചെയ്യുന്നതിന്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വീട്ടിൽ ഒരു സാധാരണക്കാരായിട്ട് ഒരാൾ ചെറിയൊരു വീട് വയ്ക്കുമ്പോൾ അവർക്ക് ഇതുപോലെ കെമിക്കലൊന്നും ഒഴിക്കാനുള്ള സാഹചര്യം പറ്റില്ല. കാരണം ഇത്തിരി കാശ് ആകുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ വരുന്നില്ല. കാരണം ഇത് അവർ ക്ലയൻറ്റിന് നിർബന്ധം കെമിക്കൽ ഒഴിക്കണം എന്നുള്ള നിർബന്ധം അതുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം പണ്ടൊന്നും ഈ കെമിക്കൽ എന്ന് പറയുന്ന സാധനങ്ങളൊന്നും പണ്ടൊന്നും ഇല്ല. പക്ഷേ ഇപ്പം ഓരോ കാലഘട്ടം കഴിയും തോറും ഓരോരോ ഐഡിയകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് കെമിക്കൽ ഒഴിക്കണമെന്നില്ല. നമുക്ക് കയ്യിൽ കാശുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കെമിക്കൽ ഒഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തറ കോൺക്രീറ്റ് ചെയ്യുന്ന മുമ്പേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളൊരു വീട് വെച്ച് ബേസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അതിനകത്ത് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മണ്ണ് നല്ല ഫില്ല് ചെയ്ത് നല്ല വെള്ളം ഒഴിച്ച് നല്ല ഇടിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബ്രിക്ക് വർക്ക് തുടങ്ങുന്നത്. ബ്രിക്ക് വർക്ക് തുടങ്ങി സെൻസൈഡ് വാർത്ത് തട്ട് വാർത്ത് പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്താണ് നമ്മൾ ഈ തറ കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പം പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് തറ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഈ ചാന്ത് മസാല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരുപാട് വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ അങ്ങനെ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് ഈ തറ കോൺക്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. കാരണം തട്ട് മെയിൻ സ്ലാബ് വാർത്തിട്ടില്ല, അതിനു മുമ്പാണ് നമ്മൾ ഈ തറ കോൺക്രീറ്റ് ചെയ്യുന്നത്. അതായത് ഇത്തിരി നല്ല ഏരിയ ഉണ്ട്. അതുമല്ലാതെ തട്ടിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സാധാ ഹൈറ്റ് പോലല്ല, 3.40 തട്ടിൻ്റെ ഹൈറ്റ്. അപ്പോൾ മുട്ട് വയ്ക്കുമ്പോൾ, കാരണം ഇത് നമ്മൾ ഇട്ട മണ്ണ് നല്ല ലൂസ് മണ്ണലാണ്. അപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്യുന്ന നേരത്ത് മുട്ടൊക്കെ വയ്ക്കുമ്പോൾ കൊണ്ട് താരും. അപ്പോൾ മുട്ട് ചരിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ അതിനു മുമ്പ് കോൺക്രീറ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്താണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ തട്ട് കോൺക്രീറ്റ് കഴിയുന്ന മുമ്പേ നമ്മൾ ആദ്യം തറ കോൺക്രീറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ തറ കോൺക്രീറ്റ് ചെയ്യുന്ന മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഈ അതായത് കട്ടളയിൽ നിന്ന് ഈ മട്ടം വാട്ടർ ലെവലിൽ നമ്മൾ ബേസ്മെൻറ്റ് കെട്ടുമ്പോൾ വാട്ടർ ലെവൽ പിടിച്ചാണ് ബേസ്മെൻറ്റ് കെട്ടുന്നത്. പക്ഷേ തറ കോൺക്രീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ വാട്ടർ ലെവൽ പിടിക്കണം. കാരണം ഈ കട്ടള അടിപ്പടിയിൽ നിന്നും നമ്മളിപ്പോൾ ഗ്രാനൈറ്റ് ആണ് വെക്കുന്നതെങ്കിൽ ഗ്രാനൈറ്റ് ഏകദേശം ഒരു 3/4 ഇഞ്ച് കനം ഗ്രാനൈറ്റ് വരും. പിന്നെ 1 ഇഞ്ച് ചാന്ത് വേണം. അങ്ങനെ 1.25 ഇഞ്ച് നമ്മൾ താത്ത്, അതായത് കട്ടളപ്പടിയുടെ പടിയുടെ അടിഭാഗത്ത് നിന്ന് 1.25 ഇഞ്ച് താത്ത് വേണം നമ്മൾ വാട്ടർ ലെവലിന് മട്ടം പിടിക്കാൻ. അങ്ങനെ മട്ടം പിടിച്ചിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരുമാതിരിപ്പെട്ടവർ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ബേസ്മെൻറ്റ് പ്ലിന്ത് ബീമിനനുസരിച്ച് തറ കോൺക്രീറ്റ് ചെയ്യും. അങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വരുമ്പോഴുള്ള കുഴപ്പമെന്ന് പറയുന്നത്, ടൈലിടാൻ നേരത്ത് ഈ കട്ടളയുടെ അടിപ്പൊടി അങ്ങ് കവറാവും, അടിപ്പൊടി കാണില്ല, മൊത്തത്തിൽ കവറാവും. അപ്പം ഒരുപാട് പൈസ എക്സ്ട്രാ ആവും. കാരണം ഒരുപാട് കനം കയറും, ടൈലിടാൻ നേരത്ത് ഒരുപാട് കനം കയറും. അങ്ങനെ ഒരുപാട് പൈസ നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഈ ഫ്രണ്ട് കട്ടളയിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് താത്ത് നമ്മളൊരു മട്ടം വയ്ക്കും. മട്ടം വെച്ചിട്ട് ആ മട്ടമാണ് നമ്മൾ റൂം, കിച്ചൺ, ഹാള്, ഇങ്ങനെയുള്ള പാസേജ്, സിറ്റ് ഔട്ട് ഇത് കംപ്ലീറ്റും കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാം ഒരേ വാട്ടർ ലെവലായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ ടൈലിടാൻ നേരത്ത് നമുക്ക് ടൈലിന് ഒരുപാട് കോസ്റ്റ് ആകത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ സാധാ മിനിമം 1 ഇഞ്ച് കനം ചാന്ത് കനവും വരും. ടൈൽ കനമൊക്കെ വരുമ്പം ഏകദേശം കട്ടളപ്പടി കവറാവും. അത് ഗ്രാനൈറ്റ് ആണെങ്കിൽ 1.25 ഇഞ്ച്, അതേ ടൈലാണെങ്കിൽ കുറച്ച് ഈ 1.25 ഇഞ്ച് എന്ന് പറയുന്നത് ഒരു 1.5 ഇഞ്ച് ആക്കിയാൽ മതി. കാരണം ബാക്കി ചാന്തിലും തീർന്ന് ടൈലിലും അങ്ങ് തീർന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ റൂഫ്, അതായത് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ. കാരണം ഒരു വീട് പണിയിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ഫ്ലോർ കോൺക്രീറ്റ്. പല സൈറ്റിലും പല ആൾക്കാരും അത് ശ്രദ്ധിക്കാറില്ല. അവരങ്ങനെ കോൺക്രീറ്റ് ചെയ്തങ്ങ് പോകും, ബാക്കി ടൈലിൽ അങ്ങ് തീർക്കാം, എന്തെങ്കിലും മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ ടൈലിൽ തീർക്കാം എന്നുള്ള ഒരു കണക്കൂട്ടിലാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പങ്ങളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന കോൺക്രീറ്റ് എന്ന് പറയുന്നത് 3/4 ഇഞ്ച് മെറ്റലാണ്.
3/4 ഇഞ്ച് മെറ്റൽ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് വേണം ചെയ്യാൻ. രണ്ടാമത് അതിൽ സിമൻറ്റ് കുഴച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന 1.5 ഇഞ്ച് മെറ്റലിട്ട് ചെയ്യാം, 1 ഇഞ്ച് മെറ്റലിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് 3/4 ഇഞ്ച് മെറ്റലാണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു 3 ഇഞ്ച് 2.5 ഇഞ്ച് കനമെങ്കിലും വേണം. അപ്പം മാക്സിമം 2 ഇഞ്ചിൽ കുറയാൻ പാടില്ല. അത്രയും നല്ല രീതിയിൽ വേണം നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ. കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ചുവരിൽ നമ്മളിത് അതായത് രണ്ടാമത് ഇട്ട മണലാണ്. അപ്പം നമ്മൾ ഓരോ റൂമുമായിട്ട് വാട്ടർ ലെവൽ പിടിച്ച് ഓട് വെച്ച് കല്ല് വെച്ചതിന് ശേഷം ഈ ഇട്ട ചുവരിൻ്റെ സൈഡിൽ മണൽ ഒന്നും കൂടി ഇട്ട് ഇടിയടിക്ക് ഒന്ന് ഇടിച്ചുറപ്പിക്കും. ഓൾറെഡി നമ്മൾ നേരത്തെ ഇടിച്ച് ഉറപ്പിച്ചതാണ്, എന്നാൽ പോലും നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ നേരത്ത് ഒന്നും കൂടി ഇടിച്ച് ഉറപ്പിക്കണം. കാരണം ഈ ചെതൽ കൂടുതലും കയറാൻ സാധ്യത ഉള്ളത് ഈ ചുവരിൻ്റെ സൈഡിൽ കൂടിയാണ്. അപ്പോൾ ആ സൈഡിൽ നമ്മൾ ഈ മണ്ണ് ഇടുന്ന മണ്ണൊക്കെ ആണെങ്കിൽ ചിലപ്പം ഫില്ലാവില്ല. അതുകൊണ്ട് ഈ ചുമരിൻ്റെ സൈഡിൽ നല്ല രീതിയിൽ ഇടിച്ച് നല്ല ഇടിച്ച് താക്കണം. ടൈറ്റ് ചെയ്ത് വെള്ളം ഒഴിച്ച് തന്നെ ഇടിച്ച് താത്തതിന് ശേഷം മാത്രമേ കോൺക്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പല സൈറ്റിലും കണ്ടിട്ടുണ്ട്, ചില ആൾക്കാർ മെറ്റിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചാന്ത് കോരിയിട്ട് ഇടിയടിക്ക് ഉറപ്പിച്ച് തുറപ്പയ്ക്ക് തൂത്തെടുക്കും. അപ്പോൾ സംഭവം കോൺക്രീറ്റായി, അത് ഒരിടത്തും പോകത്തൊന്നുമില്ല. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ചെയ്യുമ്പോൾ എപ്പോഴും കോൺക്രീറ്റായിട്ട് മിക്സ് ചെയ്ത് തന്നെയാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യേണ്ടത്. ഞാൻ പല സൈറ്റിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മുഖ്യ ആൾക്കാർക്കും ഞാൻ ഈ പറയുന്ന കാര്യം അറിയാം, പക്ഷേ അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഫിനിഷ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അതായത് കംപ്ലീറ്റും ഫിനിഷിംഗ് ആണ്. മുഴക്കോൽ ആമർ അടിച്ച് എന്നിട്ട് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ലൂസ് കോൺക്രീറ്റ് ആണെങ്കിൽ നമുക്ക് രണ്ടാമത് ഇടിയടിയിട്ട് ഇടിക്കേണ്ട ആവശ്യമില്ല. വലിയ ആമറിട്ട് നല്ല ഒരു രീതിയിൽ തട്ടി ഒതുക്കി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഫിനിഷിംഗ് ആയിട്ട് കിടക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ബോറടിച്ചില്ല, ഉപകാരപ്പെട്ട വീഡിയോ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.